ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച കുറച്ച് കുർത്താസും ഡ്രസ്സസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഞാൻ കൂടുതലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കലാണ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ റെഡിമെയ്ഡൊക്കെ എടുക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ആ ടൈമൊക്കെ ഞാൻ കുറേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അതിനെ തുടരുന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച കുറച്ച് ചുരിദാർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കുർത്ത വന്നിട്ട് ഒരു ബ്ലാക്ക് കുർത്തയാണ്. ബ്ലാക്ക് അല്ല, എന്താ വെച്ചാൽ കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഉണ്ട്, പക്ഷെ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ്. നമ്മൾ നല്ല രീതിക്ക് നോക്കിയാലേ അതിന് കളർ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആലിയ കട്ടാണ് കുർത്ത വരുന്നത് കേട്ടോ. ഇതാ അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ വീനെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൈ വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു നൈറ്റ് പീസല്ല, നൈറ്റ് പീസാണോ അത് കറക്റ്റ് അത് ഓർമ്മയില്ല. ഇത് എനിക്ക് മാമൻ തുണിയെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ചുരിദാറാണിത്. അടിപൊളി ചുരിദാറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. നെക്സ്റ്റ് കുർത്ത വന്നിട്ട് ഈ ഒരു റെഡ് കുർത്തയാണ്. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ ടൈം അടുപ്പിച്ചതാണ്. എനിക്ക് വൈറ്റ് ഫ്രോക്ക് വേണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ പെട്ടെന്ന് ഈ ക്ലോത്ത് ഉള്ളപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ അടുപ്പിച്ചതാണ്. ഫുൾ റെഡ്, നമ്മൾ മാർക്കിസിൻ്റെ കളർ റെഡാണ് കറക്റ്റ്. ഞാൻ സാധാരണ പ്ലെയിൻ റെഡിനേക്കാളും ബെറ്റർ ആയിരിക്കും കുറച്ചും കൂടി എന്താ പറയുക, ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ വരുന്ന റെഡ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരു റെഡ് കുർത്തയാണ് നെക്സ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതിനും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു നെക്ക് വന്നിട്ട് ഒരു ആലില എന്നൊക്കെ പറയില്ലേ, അതായത് ഇങ്ങനെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ആലില നെക്കാണ്. പിന്നെ ഇതാ ഫുൾ സ്ലീവാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് കുർത്ത ഈ ഒരു കുർത്തയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഫ്രോക്കാണ്. ഇത് നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. ഇത് ഞാൻ കാക്ക ബൈ ഇൽസ ഉള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഇൻസ്പയർഡ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഞാനിതാ ഈ ഒരു സ്ലീവ്ലെസ് ആണ് ഫ്രോക്ക് വന്നിട്ട് വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്ക് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോക്ക് അടിപൊളി ഫ്രോക്കാണ്. ഇത് ഞാൻ പരാഗെന്ന് തുണിയെടുത്ത് അടുപ്പിച്ചതാണ്. ഫ്ലോറൽ പ്രിൻ്റാണ്. ബ്ലാക്ക് കളർ ഫ്രോക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ നെക്സ്റ്റ് കുർത്ത വന്നിട്ട് ഈ ഒരു യെല്ലോ കുർത്തിയാണ്. ഇതും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. സ്ലിറ്റുള്ള കുർത്തയാണ് കേട്ടോ. ഇതോ സ്ലിറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ വരുന്നൊരു കുർത്തയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൈ ഫുൾ കൈ ആണ്. ഞാൻ കൂടുതൽ ഫുൾ കൈ ഡ്രസ്സാണ് അടുപ്പിക്കാറ്, കാരണം ആ ഒരു മോഡൽ കുറച്ച് ടൈം ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ടൈമൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതാണ് നെക്ക് കുറച്ച് വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കാണ്. അതായത് ഇങ്ങനെ അടിക്കുന്നതിന് പകരം കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി അടിച്ചിട്ടുള്ള ഒരു നെക്കാണ് ഈ ഒരു എണ്ണത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു 2 വള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കുർത്ത വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു പാൻറ്റും കുർത്തയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായത്. ഇതിൻ്റെ ഈ ഒരു കുർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ നെക്ക് വന്നിട്ട് വീനെക്കാണ്. ബാക്കിൽ ഞാൻ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതിൻ്റെ അതേ ബോട്ടമാണ്, ഇതേ ക്ലോത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോട്ടം ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലിറ്റിലില്ലേ 2 വള്ളിയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറ്റും. 2 സ്ലിറ്റിലും ഞാൻ അങ്ങനെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഈ ഒരു കുർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അടിപൊളി കുർത്തയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഞാൻ സൂര്യന്ന് പോയി ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ആകെ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് മാത്രമേ ഞാൻ പരാഗിൽ പോയിട്ട് ക്ലോത്ത് എടുത്തിട്ടുള്ളൂ. ഇതും ഞാൻ സൂര്യ പോയിട്ട് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ഫ്രോക്കാണ്. ഇതും ഒരു ടൈം ട്രെൻഡിങ് ആയ ടൈമിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു അക്കോവയുടെ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചുള്ളതാണ്. ഇവിടെ ഫ്രില്ല് എന്ന് പറയുന്നത് സ്ലിറ്റ് വരുന്നില്ല, എന്താ പറയുക, എലൈൻ ഫ്രോക്കാണ് കേട്ടോ. ഇവിടെ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ വന്നിട്ട് ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ കുറച്ചും കൂടി ലെങ്ത്തുള്ള ഫേസ് വയ്ക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ക്ലോത്ത് എടുത്തില്ല, കാരണം ഞാൻ ടൈലറോട് ചോദിക്കാതെ പോയി എൻ്റെ ഇഷ്ടത്തിന് ക്ലോത്ത് എടുത്ത് കൊടുത്തു, മോഡലും കാണിച്ചു കൊടുത്തു. അപ്പോൾ ടൈലർ ഒപ്പിച്ചടിച്ചു തന്നതാണിത്. പിന്നെ ഇതാ കൈക്കും ഫ്രില്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഞാൻ അടുപ്പിച്ചിട്ട് 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയി. അപ്പോൾ നമുക്ക് കുറച്ച് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇവിടെ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സസ്. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, ഒരു പാർട്ട് 2 വീഡിയോയും കൂടി വരാം. കാരണം ഈ ഒരു വീഡിയോ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയും ഉണ്ട്, കാരണം അനക്കുള്ളതുണ്ട്, അതേപോലെ അമ്പിക്ക് അടുപ്പിച്ച ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.